ഇത് ഇലവീഴ പൂഞ്ചിറ DTPCയുടെ അധീനതയിലുള്ള തൊടുപുഴയ്ക്കടുത്തുള്ള ഒരു സുഖവാസ കേന്ദ്രമാണ്. ഇവിടെ എത്തിയാൽ ഒരു ദിവസം തങ്ങാനുള്ള രാത്രി സൗകര്യങ്ങളും DTPC ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ വളരെ മനോഹരമായ കാഴ്ചകൾ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ്. താമസ സൗകര്യത്തിനായി DTPC ഒരുക്കിയിരിക്കുന്ന ഒരു ചെറിയ വീടാണ് ഇത്. ചെറുതെങ്കിലും വളരെ മനോഹരവും സുസജ്ജവുമായിട്ടുള്ള കല്ലുകൊണ്ട് നിർമ്മിച്ച വളരെ മനോഹരമായ ഒരു താമസ ഇടമാണ് ഇത്. ഇവിടെ നിന്ന് നോക്കിയാൽ ധാരാളം കാഴ്ചകൾ കാണാം. സുഖസൗകര്യപ്രദമായിട്ടുള്ള നല്ല മുറികളും വളരെ സുഖകരമായ അന്തരീക്ഷവും നല്ല ബാത്റൂമുകളും നല്ല ബെഡ്റൂമുകളുമൊക്കെ ഈ ഒരു താമസ സൗകര്യത്തിൻ്റെ പ്രത്യേകതയാണ്. ഇവിടെ ക്യാമ്പ് ഫയർ വരെ നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും ലഭ്യമാണ്. ഇവിടെ നിന്ന് ജീപ്പിൽ നമുക്ക് ഇലവീഴ പൂഞ്ചിറയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് യാത്ര പോകാൻ കഴിയും. ഇലവീഴ പൂഞ്ചിറയുടെ ഐതിഹ്യമെന്നാൽ പഞ്ചപാണ്ഡവരുടെ വനവാസകാലത്ത് അവർ താമസിച്ച സ്ഥലമാണ് എന്നുകൂടി കരുതുന്നവരുണ്ട്. അന്ന് ദ്രൗപദി കുളിക്കാൻ ഉപയോഗിച്ച ഒരു കുളമുണ്ടിവിടെ. ആ കുളത്തിൻ്റെ പേരിലാണ് ഇലവീഴ പൂഞ്ചിറ എന്ന പേരിൽ ഇതിന് പേര് വന്നത്. ഇവിടെ മുനിയറ ഗുഹകളുമുണ്ട്. മുനിയറകളെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ശവസംസ്കാരം നടത്തുന്നതിന് വേണ്ടി ഒരുക്കിയിരുന്ന ചില പ്രത്യേക കല്ലറകളാണ്. കല്ലുകൾ കുത്തിച്ചാരി വെച്ച് അതിന് മുകളിലായി ഒരു പലകപ്പല്ല് വെച്ചുണ്ടാക്കുന്നവയാണ് ഇത്തരം മുനിയറകൾ. വളരെ രസകരമായി കല്ലുകൾക്കിടയിലൂടെ ചെറുകാടുകൾക്കിടയിലൂടെ നടന്ന് എത്താവുന്ന ഒരു മുനിയറ ഞങ്ങൾ കണ്ടു. അതൊരു ചെറിയ ഗുഹയാണ്. അതിനകത്തേക്ക് കടക്കണമെങ്കിൽ ചെറുതായി തലകുനിച്ച് നമ്മൾ ചെരുപ്പുകളും മറ്റും ഊരി വേണം അതിനകത്തേക്ക് പ്രവേശിക്കാൻ. കാരണം ഈ മുനിയറ ഗുഹയ്ക്കകത്ത് വെള്ളമുണ്ട്. അത് ഉറവകളിലൂടെ വന്ന് നിറഞ്ഞു കിടക്കുന്ന വെള്ളമാണ്. വളരെയധികം വർഷങ്ങൾക്ക് മുമ്പുള്ള ഗുഹകളായതിനാൽ ഇന്നിവിടെ ഇരുളടഞ്ഞ് ഒരു കാട്ടുപ്രദേശമായി കിടക്കുകയാണ്. ഇതിനകത്ത് ഇപ്പോൾ ചെറിയ ചെറിയ വവ്വാലുകളും നരിച്ചുറുകളെന്ന് വിളിക്കുന്ന വവ്വാലുകളും കുഞ്ഞൻ തവളകളുമൊക്കെയാണ് താമസം ആക്കിയിരിക്കുന്നത്. സാമാന്യേന ഇതിനകത്ത് ഇരുട്ടാണ്. കുറച്ച് ദൂരം മാത്രമേ നമുക്ക് കടന്നു ചെല്ലാൻ കഴിയൂ. പിന്നെ ഉള്ളിലേക്ക് ചെറിയ ഗുഹയായി അത് രൂപാന്തരം പ്രാപിക്കുകയാണ്. ഗുഹയുടെ ഇരുഭിത്തികളിലുമായി എഴുത്തുകൾ പോലെ ചില പാടുകളും വരകളുമൊക്കെ കാണാം. വയനാട്ടിലെ ഗുഹകളിലെ പോലെ ഇതൊക്കെ രേഖാചിത്രങ്ങളാണോ, ഇതൊക്കെ എന്തെങ്കിലും പ്രാചീനകാല എഴുത്തുകളാണോ എന്ന് ഇന്നും ശരിക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. ഒരു പക്ഷേ ഗുഹാമനുഷ്യരുടെ സമയത്ത് എഴുതിയതാവാം, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പിന്നീട് വന്നവർ കോറിയിട്ട ചില വരകളാവാം. എന്താണെങ്കിലും ഇതൊരു രസകരമായ കാഴ്ചയാണ്. ഗുഹയ്ക്കുള്ളിലെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ സുരക്ഷിതവും എന്നാൽ ഭീതിജനകവുമായ ഒരവസ്ഥ ഉളവാക്കുന്നതാണ്. ഇതിനകത്തെ ജലം വളരെ തണുത്തുറഞ്ഞതാണ്. പൊത്തിലിരിക്കുന്ന ചില കുഞ്ഞി തവളകളെയും വരകളും കുറികളുമൊക്കെ ഇതിനകത്ത് ദൃശ്യവേദ്യമാണ്. ഇത്തരം ധാരാളം മുനിയറകൾ ഉണ്ടായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. പ്രാചീന മനുഷ്യരെ അടക്കുന്നതിന് വേണ്ടി പല സ്ഥലങ്ങളിലായി ഇത്തരം മുനിയറകൾ നിർമ്മിച്ചിട്ടുണ്ട്. കാന്തല്ലൂരും മറയൂരും ഒക്കെ ചെന്നാൽ ധാരാളം മുനിയറകൾ അവിടെയും കാണാൻ കഴിയും. ഇവിടെ മുനിയറകൾ കൂടാതെ ധാരാളം മറ്റ് കാഴ്ചകളും കൂടി നമുക്ക് കാണാനുണ്ട്. ഈ ഗുഹയിൽ നിന്ന് വളരെ ശ്രദ്ധിച്ചു വേണം പുറത്തേക്ക് കടക്കാൻ. പുറത്തേക്ക് കടന്നാൽ ഇലവീഴ പൂഞ്ചിറയുടെ മുകളിൽ നിന്നുള്ള വിദൂര കാഴ്ചയാണിത്. വളരെയധികം മനോഹരമായ തൊടുപുഴയാറ് മലമുകളിൽ നിന്ന് ഒഴുകി വന്ന് മലങ്കര ഡാം വഴി കടന്നു പോകുന്ന ഈ ആറിൻ്റെ വിവിധ ഭാഗങ്ങൾ ഇവിടെ നിന്നാൽ കാണാം. മൂലമറ്റം പവർ സ്റ്റേഷനിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് കടന്നു പോകുന്ന ജലമാണിത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നിരവധി ജില്ലകൾ കാണാം എന്നാണ് പറയപ്പെടുന്നത്. ഇടുക്കി, കോട്ടയം, എറണാകുളം, ആലപ്പുഴ, പത്തനംതിട്ട, തൃശ്ശൂർ ജില്ലകൾ ഇവിടെ നിന്ന് കാണാൻ കഴിയും.
ഇനിയാണ് നമ്മൾ ദ്രൗപദി കുളിച്ച കുളത്തിലേക്ക് പോകുന്നത്. ഇതാണ് ഇലവീഴ പൂഞ്ചിറ എന്ന് അറിയപ്പെടുന്ന പൂഞ്ചിറ. ഇന്നിത് കെട്ടി മനോഹരമായി സൂക്ഷിച്ചിട്ടുണ്ട്. മരങ്ങൾ കുറവായതിനാൽ ഇവിടെ ഇതിനകത്ത് ഒരു ഇല പോലും വീഴില്ലത്രേ. ഇവിടുത്തെ വലിയ കാറ്റുകൊണ്ടാണ് ഇതിൽ ഇലകൾ വീഴാത്തതെന്നും പറയപ്പെടുന്നുണ്ട്. എന്താണെങ്കിലും ദ്രൗപദി കുളിച്ച കുളം ഇന്ന് മനുഷ്യർക്ക് വളരെ അധികം ഉപകാരപ്രദമായി ഒരു ജലസംഭരണ കേന്ദ്രമായി പ്രവർത്തിക്കുകയാണ്. പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഈ വലിയ ചിറ ഒരിക്കലും പറ്റാത്ത ഒരു ജലസംഭരണിയായി ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. മനുഷ്യർക്ക് കടന്നു ചെന്ന് അഴുക്കാക്കാൻ പറ്റാത്ത രീതിയിൽ ഫെൻസിങ്ങുകളും മറ്റും കൊണ്ട് ഇതിനെ വളരെയധികം ശ്രദ്ധയോടെ സംരക്ഷിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് വീണ്ടും ജീപ്പ് റൈഡിലൂടെ പോയാൽ മലകളുടെ മുകളിലൂടെ സഞ്ചരിക്കാം. നിരവധി മലകൾ ഉൾപ്പെടുന്ന സ്ഥലമാണിത്. മൺകുന്ന്, കുടയത്തൂർ മല, തോണിപ്പാറ തുടങ്ങിയ 3 മലകളാൽ ചുറ്റപ്പെട്ടതാണ് ഈ പ്രദേശം. ഈ മലകളൊക്കെ ദേവേന്ദ്രൻ ദ്രൗപദിക്ക് കുളിക്കുന്നതിനുള്ള സൗകര്യത്തിനായി മറകളായി ഒരുക്കിയതാണെന്നും പറയപ്പെടുന്നുണ്ട്. അതും ഒരു ഐതിഹ്യത്തിൻ്റെ ഭാഗമാണ്. ഏതാണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് 3200 അടി ഉയരത്തിലാണ് ഇലവീഴ പൂഞ്ചിറ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വളരെ മനോഹരമായ കാലാവസ്ഥയാണുള്ളത്. ഇന്ന് ഇവിടേക്ക് എത്താൻ വളരെ മനോഹരമായ റോഡുകളുണ്ട്. ഏറ്റവും ഉയരമുള്ള പ്രദേശത്തിൻ്റെ തൊട്ട് താഴെ വരെ വളരെ മനോഹരമായ റോഡുകളിലൂടെ എത്തിച്ചേരാം. പിന്നീട് കുറച്ച് ഘാട്ട് റോഡുകളാണ്. അതിലൂടെ ജീപ്പിലോ നടന്നോ ഒക്കെ ഏറ്റവും ഉയർന്ന ഭാഗത്തേക്ക് എത്തിച്ചേരാവുന്നതാണ്. ആ ഏറ്റവും ഉയർന്ന പ്രദേശത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഒരു പോലീസ് വയർലെസ് സ്റ്റേഷനാണ്. ഇവിടെ നിന്നാണ് 3-4 ജില്ലകളിലെ ഇടുക്കി, കോട്ടയം, എറണാകുളം ജില്ലകളിലെ വയർലെസ് സംവിധാനത്തെ നിയന്ത്രിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ പോലീസുകാരുടെ സംരക്ഷണയിൽ പൂർണ്ണമായ ബന്ദോബസ്തിൽ സ്ഥിതി ചെയ്യുന്ന വയർലെസ് സ്റ്റേഷൻ്റെ അടുത്തേക്കാണ് നമ്മളിപ്പോൾ നടന്നെത്തുന്നത്. വയർലെസ് സ്റ്റേഷൻ തീർച്ചയായിട്ടും സംരക്ഷിത മേഖലയാണെങ്കിലും അതിനടുത്തുള്ള സ്ഥലങ്ങളിലൂടെ നമുക്ക് ഏറ്റവും ഉയർന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരാവുന്നതാണ്. മലമുകളിലേക്ക് നടന്നു കയറാൻ കല്ലുകൾ വിരിച്ച വഴിയുണ്ട്. താഴെ നിന്ന് നടന്ന് മുകളിലേക്ക് മന്ദം എത്തുമ്പോൾ മനോഹരമായ കാഴ്ചകളുടെ ദൃശ്യഭംഗി വീണ്ടും കൂടുതൽ മിഴിവോടെ നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ വീണ്ടും നമ്മൾക്ക് ചെറിയ പട്ടണങ്ങൾ ദൂരെ കാണാം. ചെറിയ കോടമഞ്ഞുള്ളത് കൊണ്ട് അല്പം ദൃശ്യഭംഗി കുറവുണ്ടെങ്കിലും ഒരു പുകമറയിലെന്നോണം ചുറ്റും പ്രദേശത്തുള്ള വിവിധ ജില്ലകളിലെ സ്ഥലങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇടയ്ക്കിടയ്ക്ക് വിശ്രമിച്ച് മനോഹരമായ സൂര്യാസ്തമയവും അതുപോലെ തന്നെ സൂര്യോദയവുമൊക്കെ കാണാനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. വളരെ അധികം രസകരമായ കാഴ്ചകൾ കാണുന്ന സ്ഥലങ്ങളിലേക്ക് എത്താം. പഴയ വയർലെസ് സ്റ്റേഷൻ്റെ ചില അവശേഷിപ്പുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. പണ്ട് പോലീസുകാർ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു ചെറിയ താമസ സ്ഥലമാണിത്. ഇരുമ്പ് കൊണ്ടുള്ള ഒരു ബോഗി പോലെയുള്ള സംവിധാനമാണ്. ഇടി വെട്ടാതിരിക്കാനാണ് ഇത്തരത്തിലുള്ള ഇരുമ്പ് കൂടാരം അവരന്ന് നിർമ്മിച്ചത്. ഇലവീഴ പൂഞ്ചിറ എന്ന് പറയുന്ന വളരെ ജനപ്രിയമായ ഒരു സിനിമയും ഷൂട്ട് ചെയ്തത് ഇവിടെയാണ്. ആ സിനിമയുടെ തിരക്കഥയും കഥയുമൊക്കെ എഴുതിയത് ഇപ്പോൾ ഇവിടെ ജോലിയിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് എന്നുള്ളതും രസകരമായ കാര്യമായി ഞങ്ങൾക്ക് തോന്നി. വയർലെസ് മാസ്റ്റുകളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് സൂര്യ അസ്തമയത്തിൻ്റെ ചില ലാഞ്ചനകൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഈ സൂര്യാസ്തമയം കാണാൻ വേണ്ടി ഏതാണ്ട് 10 മിനിറ്റ് കൂടി ഇവിടെ നിന്നാൽ മതി. തെളിഞ്ഞ ആകാശമാണെങ്കിൽ അങ്ങ് ദൂരെ ആലപ്പുഴ കടപ്പുറവും കടലുമൊക്കെ കാണാം എന്നാണ് പറയപ്പെടുന്നത്. വളരെ തെളിഞ്ഞ ആകാശമല്ല ഇന്ന്. ഇപ്പോൾ ഇത്തിരി മൂടൽമഞ്ഞുള്ള, ഇത്തിരി കാഴ്ച മങ്ങലുള്ള സമയമാണ്. എങ്കിൽ കൂടി ആ സൂര്യൻ്റെ പയ്യെ ഉള്ള താഴേക്കുള്ള യാത്ര വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. ഇലവീഴ പൂഞ്ചിറ എന്ന് പറയുമ്പോൾ
സൂര്യാസ്തമയവും സൂര്യോദയവും കാണാൻ കഴിയുന്ന ഒരു സ്ഥലമായി കൂടി ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. തൊടുപുഴയിൽ നിന്ന് ഏതാണ്ട് 20 കിലോമീറ്റർ മാത്രമാണ് ഇവിടേക്കുള്ള ദൂരം. ഇവിടെ വളരെയധികം രസകരമായിട്ടുള്ള മറ്റു ചില കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. രാത്രി കാഴ്ചകളാണ് ഏറ്റവും രസകരമായിരിക്കുന്നത്. DTPCയുടെ നേതൃത്വത്തിൽ ഈ പ്രദേശത്തൊക്കെ അവർ വളരെ മനോഹരമായി മരങ്ങളും ചെടികളും നട്ടുപിടിപ്പിച്ച് അതിലൊക്കെ ദീപാലങ്കാരങ്ങൾ നടത്തി മനോഹരമായി സൂക്ഷിച്ചിട്ടുണ്ട്. എത്ര ഭംഗിയാണ് ഇവിടെ നിന്ന് നമ്മൾക്ക് ഒരു രാത്രി ഭംഗി കാണാൻ വേണ്ടി കഴിയുന്നത് എന്ന് നോക്കുക. ഇവിടെ വളരെ വൃത്തിയായി സൂക്ഷിക്കുന്നതിൽ വളരെ ശ്രദ്ധാലുക്കളാണ്. ഇവിടെയുള്ള ഓരോ ഇലകളും പിറക്കി മാറ്റി വളരെ മനോഹരമായി ഈ സ്ഥലം സംരക്ഷിച്ചിരിക്കുന്നതിനാൽ ആളുകൾക്ക് ഇവിടെ താമസിക്കാൻ വളരെ സ്വച്ഛന്തമായി കഴിയും. ആഹാരം പാകം ചെയ്യാനും ആഹാരം കൊണ്ടുവരാനും അത് സുഖമായിരുന്ന് കഴിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. വളരെ അധികം സഹായകരമായി നമുക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നവരാണ്. നിരന്തരമായ കാറ്റാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. ഈ ചെടികളൊക്കെ എത്ര ശക്തമായിട്ടാണ് ആടുന്നത്. ദൂരെ നിന്നടിക്കുന്ന കാറ്റ് ഇവിടുത്തെ തണുപ്പിനെ വീണ്ടും വർദ്ധിപ്പിക്കുന്നു. കാറ്റത്ത് പോയി നിന്നാൽ നമ്മൾ പറന്നു പോകുമോ എന്ന് തോന്നും. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് സൂര്യ ഉദയത്തിൻ്റെ ഒരു ഭംഗിയാണ്. നേരെ കിഴക്കേ മലയിൽ സൂര്യൻ ഉദിക്കുമ്പോൾ നമുക്ക് അതിമനോഹരമായ കാറ്റത്ത് നിന്ന് ആ ഉദയം കാണാം. അപ്പോഴും മേഘാവൃതമല്ലാത്ത അന്തരീക്ഷമായിരിക്കണം എന്ന് മാത്രം. ഈ സൂര്യോദയം കണ്ട് ഈ കാറ്റ് കൊണ്ട് തിരിച്ച് മടങ്ങുമ്പോൾ ശരീരത്തിനും മനസ്സിനുമൊക്കെ എന്തൊരു കുളിർമയാണ്. മനോഹരമായ സ്ഥലത്തേക്ക് വീണ്ടും മടങ്ങി വരണമെന്ന് തോന്നുന്നു. ഈ മനോഹരമായ റോഡുകളിലൂടെ ഞങ്ങളുടെ മടക്കയാത്ര ആരംഭിച്ചു. ഇനിയൊരു ദിവസം വീണ്ടും ഇവിടെ